നിപ്പ ഭീഷണി ഇല്ലാതാക്കാൻ മുൻകരുതലിന്റെ ഭാഗമായി വവ്വാലുകളിൽ സാമ്പിൾ പരിശോധനയ്ക്ക് തുടക്കം. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം വനം വകുപ്പ് സഹകരണത്തോടെ മൃഗസംരക്ഷണ വകുപ്പാണ് സാമ്പിൾ ശേഖരണം ആരംഭിച്ചിരിക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിലെ ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ ഷീല സാലിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം. കേരളത്തെ ആശങ്കയിലാക്കിയ നിപ്പ 2018 കോഴിക്കോടും പിന്നീട് എറണാകുളം ജില്ലയിലുമാണ് സ്ഥിരീകരിച്ചത്. 3 തവണ രോഗബാധയുണ്ടായ ജില്ലയായതിനാൽ കോഴിക്കോട്ടാണ് ആദ്യഘട്ടം തുടങ്ങിയത്. മെയ് മുതൽ ഡിസംബർ വരെയാണ് ഇപ്പോഴുള്ള ക്രമീകരണം. മാസം 7 ദിവസം എന്ന രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ ജാനകിക്കാട് മേഖലയിൽ ഉൾപ്പെടുന്ന വടകര, കുറ്റ്യാടി പ്രദേശങ്ങളിൽ പരിശോധന നടക്കുന്നത്. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ മെയ് 24 തുടങ്ങിയ ആദ്യയാഴ്ച പരിശോധന മെയ് 30 വരെ തുടരും. വവ്വാലുകളുടെ സാന്നിധ്യം ആദ്യം നിരീക്ഷിക്കും, പിന്നീട് ജിയോ മാപ്പിംഗ് നടത്തും. തുടർന്ന് സഞ്ചാരപഥവും മനസ്സിലാക്കിയ ശേഷമാകും സാമ്പിൾ ശേഖരണം. ചത്ത വവ്വാലുകളെ കണ്ടെത്തുകയാണെങ്കിൽ അവയുടെയും അവശ നിലയിലോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അവയുടെയും സാമ്പിളുകൾ ശേഖരിക്കും. ഓരോ ഘട്ടത്തിലും ശേഖരിക്കുന്ന സാമ്പിൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിൽ പരിശോധിക്കും. ജൂലൈയോടെ ആദ്യഘട്ട ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വവ്വാലുകളിൽ നിന്ന് ശേഖരിക്കുന്ന സിറം സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരെയുള്ള ഇമ്മ്യൂണോ ഗ്ലോബലിനുകളുടെ സാന്നിധ്യമാണ് നോക്കുക. പഴംതേനി വവ്വാലുകളിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റു വവ്വാലുകളെ പിടികൂടിയോ അതല്ല എങ്കിൽ സാമ്പിൾ ശേഖരിച്ചോ പഠനം നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എങ്കിലേ കൂടുതൽ ഇനം വവ്വാലുകളിൽ വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ കഴിയൂ എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.